ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനും ഉപവസിക്കാനും ദൈവിക ചിന്തകളെ പങ്കുവെക്കാനും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടക്കാം. പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തന്നെയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഈ ലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും അത് നിമിത്തം ഞാൻ എന്റെ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ കർത്താവിനെ കാണാൻ വന്ന ചില യവനന്മാരോട് കർത്താവ് ഉത്തരം പറഞ്ഞത് എന്താണെന്നാണ് 23-ാമത്തെ വാക്യം മുതൽ കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ പീഡാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിൽപ്പടിയായിട്ട് നമുക്ക് ഈ വാക്യങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. അതിന്റെ സൂചനയായിട്ട് 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. തേജസ്കരിക്കപ്പെടുക എന്നതിന് മഹത്വീകരിക്കപ്പെടുക, ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്നൊക്കെ അർത്ഥങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാം. ശേഷം ഗോതമ്പ് മണിയെ കുറിച്ച് കർത്താവ് അവരോട് പറയുന്നുണ്ട്. ലോകത്തിന്റെ ചിന്ത എന്നത് ചാകുക ഒരു പരാജയമാണെന്നാണ് പ്രത്യാശയുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. മരണം അവരെന്തിനെ നോക്കി പാർത്തോ അതിലേക്കുള്ള ഒരു പ്രവേശ കവാടം മാത്രമാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ പൈതലും മരണത്തെ നോക്കി ഭയപ്പെടുകയല്ല, ധൈര്യത്തോടെ അതിനെ മുന്നേറുവാനായിട്ട് ദൈവം അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. ഈ വാക്യത്തിലൂടെയും ശാരീരിക മരണത്തെ കുറിച്ച് മാത്രമല്ലാത്ത ചില അർത്ഥങ്ങൾ കൂടി ഈ വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവിനേക്കാൾ അധികം ഈ ലോകത്തിന്റെ ജീവിതത്തോടും അതിന്റെ ആവശ്യങ്ങളെയും മുന്നിൽ കാണുന്നതെന്നാണ് കർത്താവ് നമ്മെ പറയാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനോടൊപ്പം ഒരു തീരുമാനമെടുക്കാൻ ഇതൊന്നും ഒരു തടസ്സമാകാൻ പാടില്ല. മറ്റുള്ളതിനേക്കാൾ അധികം കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് സാധിക്കണം. ഭൗതികമായ മരണമല്ല, ആത്മീയമായ മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നിത്യജീവൻ പ്രാപിപ്പാൻ ദിനംപ്രതി നമ്മൾ കർത്താവിനോട് അടുക്കണം. ഉപവാസത്തിലൂടെയും ശക്തമായ പ്രാർത്ഥനയിലൂടെയും മഹത്വകരമായ പ്രവൃത്തിയിലൂടെയും എല്ലാം ഈ നോമ്പ് കാലയളവിൽ കർത്താവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങൾ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.